രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിതയുടെ വരവ് എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചിരിക്കുകയാണ്. ശബരിമല വിഷയം മറയ്ക്കുവാൻ രാഹുലിനെ ഈ ഒരു കേസിലിട്ട് പൂട്ടാനുള്ള നീക്കമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആരോപണം വന്നപ്പോൾ മുതൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തിയാണ് നടി സീമ ജി നായർ. അതിന്റെ പേരിൽ ഒരുപാട് സൈബർ ആക്രമണവും നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ യുവതി പരാതി കൊടുക്കുകയും രാഹുൽ ജാമ്യ ഹർജിയുമൊക്കെ നൽകിയിരിക്കുകയുമാണ്. വീണ്ടും സീമ രാഹുലിന് രക്ഷാകവചം നൽകുന്നുണ്ടോ എന്നുള്ള സംഖ്യകളുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുറിപ്പ് സീമ പങ്കുവച്ചിട്ടുണ്ട്. ശുഭദിനം എന്റെ പ്രിയപ്പെട്ടവരോട്, എന്നെ സ്നേഹിക്കുന്നവരോട്. നിങ്ങൾക്ക് കമന്റ് ഇടാൻ പറ്റുന്നില്ലെന്നറിയാം, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. എന്നെ തെറി വിളിക്കാൻ പേ പിടിച്ചവരെ പോലെ ഓടി നടക്കുകയാണ് ചില നേതാക്കളും അവർ തീ കൊളുത്തിവിടുന്ന അണികളും. പ്രൊഫൈൽ, പേജ്, മെസഞ്ചർ, ഇൻസ്റ്റ അങ്ങനെ എവിടെയൊക്കെ വന്ന് തെറി വിളിക്കാമോ അത്രയും തെറികളെന്ന് പോലും പറയാൻ പറ്റാത്തവ അവർക്ക് ഞാൻ കമന്റ് ബോക്സ് ഓഫ് ചെയ്തത് കാരണം നാവിന്റെയും കൈയുടെയും കഴക്കൽ മാറുന്നില്ല എന്ന്. ഇവിടുത്തെ ചീഞ്ഞ രാഷ്ട്രീയ കളികളിൽ പെട്ടവളല്ല ഞാൻ. എന്നിട്ടും അതുകൊണ്ട് നിങ്ങളുടെ കഴക്കൽ തീർക്കാനുള്ള ഉപകരണമായി എന്നെ കാണണ്ട. ഞാൻ കമന്റ് ബോക്സ് പൂട്ടി എവിടെയും പോയില്ല. എന്റെ ജോലികളുമായി ഈ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നാണ് സീമ കുറിച്ചിരിക്കുന്നത്. കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ബലാത്സംഗ കേസിൽ നിലപാട് വ്യക്തമാക്കി ഷാഫി പറമ്പിൽ എംപിയും രംഗത്ത് വന്നിട്ടുണ്ട്. കേസ് നിയമപരമായി മുന്നോട്ട് പോകട്ടെ എന്നും അതിന് രാഹുലുമായി അടുപ്പമുള്ള നേതാക്കളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ഒരു തരത്തിലുമുള്ള തടസ്സമുണ്ടാകില്ലെന്നും ഷാഫി പറമ്പിൽ പറയുന്നു. കൊച്ചിയിൽ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കവെയായിരുന്നു ഇദ്ദേഹത്തിന്റെ പരാമർശം. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. അതിൽ പാർട്ടിയോ രാഹുലുമായി വ്യക്തിപരമായി അടുപ്പമുള്ള നേതാക്കളോ ഇടപെടില്ല. കാര്യങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകട്ടെ. രാഹുലിനെതിരെ ഒരു ആരോപണം വന്നു എന്നത് കോൺഗ്രസിന്റെ യുവ നേതൃനിരയെ മുഴുവനായും ബാധിക്കുന്നില്ല എന്നാണ് ഷാഫി പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഭിന്നാഭിപ്രായം സംബന്ധിച്ചും ഷാഫി അഭിപ്രായം വ്യക്തമാക്കി. ഓരോരുത്തരും പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായമാണ്, അതൊന്നും പാർട്ടിയുടെ തീരുമാനത്തെ ബാധിക്കില്ലെന്നും ഷാഫി പറമ്പിൽ പറയുന്നു. എല്ലാവരും വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്, അതൊന്നും തന്നെ പാർട്ടിക്ക് കൃത്യമായ നടപടിയെടുക്കുന്നതിന് തടസ്സമാകില്ല. പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പാർട്ടിയെ പിന്തിരിപ്പിക്കാൻ ഇത്തരം അഭിപ്രായങ്ങൾക്ക് ആകില്ല. രാഹുലുമായി അടുപ്പമുള്ള എന്റെ വാക്കുകൾ പോലും പാർട്ടിയുടെ മുഖവിലേക്ക് എടുത്തുവന്ന് വരില്ലെന്നാണ് ഷാഫി പറയുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ മറ്റേതൊരു പാർട്ടി കൈകാര്യം ചെയ്യുന്നതിനേക്കാളും നന്നായി കോൺഗ്രസ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തു. ഔദ്യോഗികമായി പരാതി ഉയർന്നതിന് മുൻപ് തന്നെ പാർട്ടി നടപടിയെടുത്തിരിക്കുന്നു. ഇപ്പോൾ ചെയ്തിട്ടുള്ളതിൽ കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതോ ചെയ്യേണ്ടതോ ആയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി നേതൃത്വം ആലോചിച്ച് നിർദ്ദേശങ്ങൾ തരും. ഞങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോകുമെന്നും ഷാഫി പറയുന്നു. ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾക്കായി രാഹുൽ വോട്ട് അഭ്യർത്ഥിക്കാൻ ഇറങ്ങിയതിനെ കുറിച്ചുമുള്ള ചോദ്യത്തിന് ആ സമയം കാര്യങ്ങൾ നിയമപരമായ തലത്തിലേക്ക് എത്തിയിരുന്നില്ല. പാർട്ടി അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിച്ചിട്ടില്ല. പ്രാദേശികമായി നേരിട്ട് അറിയാവുന്നവരും രാഹുലും തമ്മിലുള്ള കാര്യമാണത്. അല്ലാതെ പാർട്ടി ഒരു തരത്തിലുള്ള പ്രചാരണത്തിനും രാഹുലിനെ ഏൽപ്പിച്ചിട്ടില്ല. KPCCയോ DCCയോ നടത്തുന്ന പരിപാടികളിൽ രാഹുൽ ഇതുവരെയും ഭാഗമായിട്ടില്ല എന്നും ഷാഫി പറയുന്നു. ഇതിനിടെ ലൈംഗിക പീഡന കേസിൽ ഒളിവുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരുവനന്തപുരത്തെത്തി. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെത്തിയത്. തിരുവനന്തപുരം വഞ്ചിയൂരിലെ അഭിഭാഷകന്റെ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിട്ടു. രാഹുൽ നേരിട്ടെത്തി തന്നെയാണ് വക്കാലത്തിൽ ഒപ്പിട്ടതെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി. മുൻകൂർ ജാമ്യ ഹർജി നൽകുവാനാണ് കഴിഞ്ഞ ദിവസം രാഹുൽ തലസ്ഥാനത്തെത്തിയത്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ രാഹുൽ ഒളിവിൽ പോവുകയായിരുന്നു എന്നാണ് വിവരം. ഇതിനിടെയാണ് രാഹുൽ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. രാഹുലിനെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി ലുക്കൌട്ട് നോട്ടീസും പുറത്തുവിട്ടു. തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം പിന്നീട് രാഹുൽ എങ്ങോട്ട് പോയി എന്നതിലടക്കം വിവരമില്ല. അതേസമയം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ബുധനാഴ്ചയായിരിക്കും പരിഗണിക്കുക. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. നേരത്തെ തിങ്കളാഴ്ച പരിഗണിക്കുമെന്നായിരുന്നു വിവരം. എന്നാൽ ഹർജി ബുധനാഴ്ച പരിഗണിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത്. ഇതിൽ ഒപ്പിടുന്നതിനായിട്ടാണ് രാഹുൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് എത്തിയത്. മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നതിന് മുൻപായി രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. നേരത്തെ രാഹുൽ പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിൽ ഉണ്ടെന്ന വിവരവും പുറത്തു വന്നതാണ്.